പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ ഗൗരീശപട്ടം എന്ന സ്ഥലത്ത് 1933 സെപ്റ്റംബർ 23 തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്ത മകനായി മാധവൻ നായർ എന്ന മധു ജനിച്ചു. പഴയ തിരുവിതാംകൂറിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഗൗരീശപട്ടം. 4 സഹോദരിമാർക്ക് ഒരു ആങ്ങളയായിരുന്നു മധു. പഠിക്കുന്ന കാലം മുതൽക്കേ നാടകാഭിനയത്തിൽ സജീവമായിരുന്നു അദ്ദേഹം. എന്നാൽ കലാതാൽപര്യം പഠനത്തിന് വിഘാതമാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ഹിന്ദിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കരസ്ഥമാക്കി പുറത്തിറങ്ങുമ്പോഴും മധുവിന്റെ മനസ്സിൽ നാടകവും സിനിമയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് എടുത്തു ചാടാൻ പ്രായോഗികമതിയായ അദ്ദേഹം തുനിഞ്ഞില്ല. അക്കാലത്ത് ഏതൊരു ബിരുദാനന്തര ബിരുദധാരിയെയും പോലെ കോളേജ് അധ്യാപകനായി ജോലി നോക്കി. നാഗർകോവിൽ ST കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ഹിന്ദി അധ്യാപകനായിരുന്നു അദ്ദേഹം. അക്കാലത്തായിരുന്നു ജയലക്ഷ്മിയുമായുള്ള വിവാഹം. ഉമ എന്ന ഒരു മകളുമുണ്ട് ഈ ദമ്പതികൾക്ക്. അധ്യാപകൻ എന്ന നിലയിൽ ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി. ജീവിതകാലം മുഴുവൻ ഒരേ പാഠഭാഗങ്ങൾ ഉരുവിട്ട് അധ്യാപകനായി തുടരുക എന്നത് കലാപരമായ മനസ്സുള്ള തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ സമയത്താണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു പരസ്യം പത്രത്തിൽ കാണാനിടയായത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ജോലി രാജിവെച്ച് ഡൽഹിക്ക് പുറപ്പെട്ടു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയായിരുന്നു അദ്ദേഹം. അവിടെ പഠിക്കുന്ന കാലത്ത് ഗസ്റ്റ് ഫാക്കൽറ്റിയായിരുന്ന സംവിധായകൻ രാമു കാര്യാട്ടുമായി പരിചയപ്പെട്ടു. ആ ബന്ധം അടുത്ത സൗഹൃദമായി വളർന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം നാടകരംഗത്ത് സജീവമാവുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 1962 രാമു കാര്യാട്ട് തന്റെ മൂടുപടം എന്ന സിനിമയിലൂടെ മധുവിനെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അവിടെയും നിയോഗം മറ്റൊന്നായിരുന്നു. ആദ്യ ചിത്രം റിലീസ് ചെയ്യാൻ കുറച്ചു വൈകി. പകരം ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് NN പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകൾ ആദ്യം പ്രദർശനശാലകളിലെത്തി. ഏത് താരത്തിനും പേരിടുന്നതിൽ സമർത്ഥനായ തിക്കുറിശി സുകുമാരൻ നായർ മാധവൻ നായർ എന്ന നീണ്ട പേര് ചെറുതാക്കി മധു എന്നാക്കി. ആ നാമകരണം രാശിയുള്ളതായിരുന്നു. നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ നിർമ്മാതാക്കൾ സത്യനു വേണ്ടി പ്ലാൻ ചെയ്ത വേഷം അവതരിപ്പിക്കാനുള്ള നിയോഗം മധുവിനു ലഭിച്ചു. മികച്ച അഭിനയ സാധ്യതയുള്ള കഥാപാത്രമായിരുന്നു അത്. ചിത്രത്തിലെ നായകനായ പ്രേം നസീറിനേക്കാൾ കസറിയത് മധു ആണെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. 1969 സാത്ത് ഹിന്ദുസ്ഥാനി എന്ന ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനും മധുവിന് അവസരം ലഭിച്ചു. അക്കാലത്ത് ഒരു മലയാള നടന് അത്തരമൊരു സൗഭാഗ്യം അചിന്ത്യമായിരുന്നു. അതിലുപരി പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരമായി മാറിയ അമിതാഭ് ബച്ചന്റെ ആദ്യ സിനിമയുമായിരുന്നു അത്. ബച്ചനും മധുവും ഒരേ സിനിമയിൽ അഭിനയിച്ച കഥ ഇന്നും പലർക്കും അറിയില്ല. അന്ന് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ നസീറും സത്യനുമായിരുന്നു. 2 തരത്തിലും തലത്തിലും പെട്ട 2 താരങ്ങൾ. നസീർ ഹിറ്റ് മേക്കറും രൂപസൗകുമാര്യം കൊണ്ട് പ്രേക്ഷകർക്ക് പ്രിയങ്കരനുമായിരുന്നെങ്കിൽ സത്യൻ അഭിനയ മികവിലൂടെ എല്ലാവരുടെയും ആദരം ഏറ്റുവാങ്ങിയ ഉജ്ജ്വല നടനായിരുന്നു. ഈ 2 മഹാമേരുക്കൾക്കിടയിലാണ് മധുവിന്റെ രംഗപ്രവേശം. ഇതിനിടയിലൂടെ കടന്നു കയറാൻ ശ്രമിച്ച പല നായകന്മാരും ഏതാനും സിനിമകൾ കഴിഞ്ഞ് പത്തിമടക്കി സ്ഥലം കാലിയാക്കി. എന്നാൽ മധുവിന് ആ ഗതികേട് സംഭവിച്ചില്ല. തനതായ അഭിനയ ശൈലിയിലൂടെ അദ്ദേഹം സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. നസീറിനും സത്യനുമൊപ്പം അദ്ദേഹവും സിനിമയിൽ തന്റേതായ ഇടം സ്ഥാപിച്ചു. ചോക്ലേറ്റ് ബോയിയായി നസീർ വിരാജിച്ചപ്പോൾ തന്റെ ഇടമുള്ള കഥാപാത്രങ്ങളിലൂടെ മധു യുവജനങ്ങളുടെ ഹരമായി മാറി. നടൻ എന്ന നിലയിൽ മധുവിനെ ചിരപ്രതിഷ്ഠ നേടാൻ സഹായിച്ചത് സുഹൃത്തായ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രമായിരുന്നു. സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചെമ്മീനിലെ പരീക്കുട്ടി എന്ന കഥാപാത്രം മധുവിനെ അനശ്വരനാക്കി. രാജ്യത്താകമാനം ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ഒരു മലയാള സിനിമ രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധേയമാവുക എന്ന ട്രെൻഡിന് തുടക്കം കുറിച്ചത് ചെമ്മീനായിരുന്നു. പിന്നീട് ഭാർഗവി നിലയം, സ്വയംവരം, മുറപ്പെണ്ണ്, ഓളവും തീരവും, തുലാഭാരം, ഉമ്മാച്ചു, തീക്കനൽ, ഇതാ ഇവിടെ വരെ എന്നിങ്ങനെ മലയാള സിനിമയുടെ ഓരോ പുതിയ മാറ്റങ്ങളിലും നിർണായക പങ്ക് വഹിച്ച പ്രൊജക്റ്റുകളിലെല്ലാം തന്നെ നായക സ്ഥാനത്ത് മധുവായിരുന്നു. നസീറും സോമനും സത്യനും സുകുമാരനും അടക്കമുള്ള സമകാലികർക്ക് അഭിനയത്തിനപ്പുറം സിനിമയുടെ ക്രിയാത്മക മേഖലകളിൽ ശോഭിക്കാൻ കഴിയാതെ പോയപ്പോൾ മധു അവിടെയും വെന്നിക്കൊടി പാറിച്ചു. സിന്ദൂരച്ചെപ്പ്, ധീരസമീരെ, യമുന തീരെ, തീക്കനൽ, ഉദയം പടിഞ്ഞാറ്,
കാമം, ക്രോധം, മോഹം, അക്കൽദാമ തുടങ്ങി നിരവധി സിനിമകൾ നിർമ്മിച്ച അദ്ദേഹം ഏതാനും സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. അവയെല്ലാം തന്നെ കലാപരമായി മികച്ചു നിന്ന പടങ്ങളായിരുന്നു. 1970 പുറത്തുവന്ന പ്രിയയായിരുന്നു മധു സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. മധു സംവിധാനം ചെയ്ത പ്രിയയും സിന്ദൂരച്ചെപ്പും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായി. സിന്ദൂരച്ചെപ്പിലെ പ്രസിദ്ധമായ ഒരു ഗാനം ഇന്നും സിനിമാ പ്രേമികൾ മൂളി നടക്കുന്ന ഒന്നാണ്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നിർമ്മാണവും സംവിധാനവും ഒപ്പം കൊണ്ടു നടക്കുമ്പോഴും തന്നിലെ നടനെ അദ്ദേഹം മാറ്റി നിർത്തിയില്ല. സ്വന്തം സിനിമകൾക്കൊപ്പം മറ്റുള്ളവരുടെ പടങ്ങളിൽ അഭിനയിക്കാനും മടിച്ചില്ല. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഉമാ സ്റ്റുഡിയോ എന്ന പേരിൽ സ്വന്തമായി സ്റ്റുഡിയോ തുടങ്ങിയ ആദ്യത്തെ മലയാളി നടൻ എന്ന ബഹുമതിയും മധുവിനുള്ളതാണ്. ഇതിനിടയിൽ സ്വന്തമായി ഒരു സ്കൂൾ സ്ഥാപിച്ച മധു അധ്യാപകൻ എന്ന നിലയിലെ തന്റെ പ്രഥമ ദൗത്യം സിനിമയുടെ തിരക്കുകൾക്കിടയിലും മറന്നില്ല. 2022 പുറത്തുവന്ന റൺ കല്യാണിയാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം. 2014 ഭാര്യ ജയലക്ഷ്മി ഈ ലോകം വിട്ടുപോയി. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും സ്വന്തം മകളുടെ പേരിലുള്ളതുമായ ഉമാ സ്റ്റുഡിയോയിലെ ഒരു ജീവനക്കാരനെ കാണാതായപ്പോൾ അദ്ദേഹം കൊന്നു തള്ളിയതാണെന്ന് പറഞ്ഞ് ചിലർ കഥകൾ പരത്തി. അപ്പോഴും അദ്ദേഹം ശുഭിതനായില്ല. മധു ഒരു ഈച്ചയെ പോലും ദ്രോഹിക്കില്ലെന്ന് തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാമെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച പ്രശ്നങ്ങളും വിവാദങ്ങളും അദ്ദേഹത്തെ വേട്ടയാടി. സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിച്ചു. ആ സമയത്ത് മധു കോട്ടയത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. ഒരു കൂട്ടർ ഇതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ശ്രമിച്ചു. അക്കൂട്ടരെ പുറത്തിറക്കിവിട്ട് നമ്മുടെ നാട്ടിൽ കത്തുകൾ വന്നാൽ ഏൽപ്പിക്കാറുള്ള പലചരക്ക് കടയിൽ ഒന്ന് അന്വേഷിക്കുക. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായും അമ്മയുടെ പേരിൽ കത്തയക്കും. അവർ ചെന്ന് നോക്കിയപ്പോൾ കത്ത് വന്നിട്ടുണ്ട്. മധു വിവരം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഉടമ PVGയെ അറിയിക്കുന്നു. അദ്ദേഹം പോലീസുമായി ചെന്ന് പയ്യനെ പിടികൂടുന്നു. മരിച്ചുപോയെന്ന് പറഞ്ഞ ആൾ പുഷ്പം പോലെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അവനവന്റെ ഭാഗം ശരിയാണെന്ന് ഉറപ്പുള്ളപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ അക്ഷോഭ്യനായി നിലകൊള്ളുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. മധുവിന്റെ വാക്കുകൾ: ജീവിതം ആസ്വദിച്ചും ആഘോഷിച്ചും അനുഭവിക്കുകയായിരുന്നു ഞാൻ. ആഗ്രഹിച്ചതെല്ലാം നേടിയ വ്യക്തിയാണ് എന്ന് പറയാം. ഇങ്ങനെ പറയാൻ നമുക്കിടയിൽ അധികം പേരുണ്ടാകില്ല. നവതി പിന്നിടുന്ന ജീവിതത്തെ ഒരു ചെറുപുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണ് മലയാളത്തിന്റെ മധു.